ഹായ് ഫ്രണ്ട്സ്, ഇന്നേക്ക് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 30 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായ എൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെയുള്ള എൻ്റെ എല്ലാ എക്സ്പീരിയൻസുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് മെഡിക്കൽ ചെക്കപ്പാണ്. മെഡിക്കൽ ചെക്കപ്പ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു ലാബിൽ പോയാണെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് മെഡിക്കൽ ചെക്കപ്പിന് ചിലവായത് ഏകദേശം 2500 rupees മാത്രം. പിന്നെ എൻ്റെ ഒരു സജഷൻ പറയുവാണെങ്കിൽ, നമ്മൾ ഈ സർജറിക്ക് മുമ്പ് എന്തായാലും നമ്മുടെ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അങ്ങനെയുള്ള എല്ലാ ഹാബിറ്റും ഒഴിവാക്കണം. അത് നമ്മുടെ ഈ ടെസ്റ്റിന് മുമ്പേ ഒഴിവാക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കാതിരുന്നേക്കാം. ട്രാവലിംഗ് എക്സ്പെൻസ് കോട്ടയം കോയമ്പത്തൂർ ഏകദേശം 300 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നും ഈ ഹോസ്പിറ്റൽ ലൊക്കേഷനിലേക്ക് എനിക്കൊരു 20 രൂപ ചാർജ് മാത്രമാണ്. അങ്ങനെ മൊത്തം അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 640 rupees ആണ്. അങ്ങോട്ട് പോകാനും വരാനുമായിട്ടുള്ള ഫുൾ എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 640 rupees മാത്രം. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചത്. സോ ആ പുറത്തുനിന്ന് കഴിക്കുന്ന രാവിലത്തെ ഫുഡ് എക്സ്പെൻസ് കൂടെ ഇതിനകത്ത് എക്സ്ട്രാ ആണ്. പിന്നീട് എനിക്ക് വന്ന മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റേഷൻ എമൗണ്ട് ആണ്. പെർ ഗ്രാഫിന് 10 രൂപ വെച്ച് 3500 ഗ്രാഫിന് 35,000 രൂപയാണ് എനിക്ക് ഫുൾ എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്തത്. എന്നെ ഇതിൽ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 35,000 rupeesനുള്ളിൽ നമുക്ക് 2 ദിവസത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് 3 മാസത്തേക്കുള്ള മെഡിസിൻ, പിന്നെ 3 GFC ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. മറ്റൊരു ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു ഫെസിലിറ്റിയാണ് ഇവയെല്ലാം. ഇത്രയൊക്കെ തന്നെ ആയാലും എനിക്ക് തോന്നിയൊരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നിയർ ബൈ ലൊക്കേഷനിൽ ഒന്നും തന്നെ അങ്ങനത്തെ ഫെസിലിറ്റി അവൈലബിൾ അല്ല. സോ വരുന്നവർ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഡോക്ടേഴ്സ് ആയാലും ടെക്നീഷ്യന്മാരായാലും എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആണ്. നമുക്ക് എന്ത് ആവശ്യം എപ്പോഴുണ്ടായാലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ തന്നെ ഫുഡിൽ നമുക്ക് കുറച്ച് കൺട്രോൾസ് ഉണ്ട്. നോൺ വെജ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ ഓയിലി ഫുഡ്, ഇവയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ആദ്യത്തെ ഒരു 3 ആഴ്ചയെങ്കിലും നമ്മളിത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അതിനുശേഷം സ്പോർട്സ്, ജിമ്മ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു 2-3 മാസത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടെന്ന് വെക്കുക. തുടർന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്ക്സ് ആൻഡ് ആൽക്കഹോൾ ഇതൊക്കെ ഒരു 6 മാസത്തേക്കെങ്കിലും നമ്മൾ വേണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, നല്ല രീതിയിൽ മുടി പൊഴിയുന്നുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടായാലും റബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മുടി നമ്മുടെ കയ്യിൽ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോണർ സൈഡ് അത് നല്ല രീതിയിൽ ഏകദേശം കവറപ്പ് ആയിട്ടുണ്ട്. ആ ഒരു മുടി എടുത്തതായിട്ടൊന്നും നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇവയൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ 1 മാസത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആദ്യ GFC വരുന്നത് നെക്സ്റ്റ് വീക്കാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ Instagram ID കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക് യു.